എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂമാനമേ ഒരു രാഗമേഘം താ എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൂട്ട് വരും. ഗമ ഗഗ ഗമ ഗഗ ഗമ ഗ ഗമ ഗഗ ഗമ ഗഗ ഗമ ഗ ഗമ ഗഗ ഗമ ഗഗ ഗമ ഗ ഗമ ഗഗ ഗമ ഗഗ ഗമ ഗ. ഇങ്ങനെ 4 തവണ വായിക്കും. ഫ്ലൂട്ടിൻ്റെ കൂടെ ഗിറ്റാർ, 12 string ഗിറ്റാർ, സാരി ഗമ പാസ സാരി ഗമ പാസ, അങ്ങനെ 2 പ്രാവശ്യം വായിക്കത്. സാരി ഗമ പാസ സാരി ഗമ പാസ. അങ്ങനെ 2 പ്രാവശ്യം ഗിറ്റാർ വായിക്കും ഫ്ലൂട്ടിൻ്റെ കൂടെ. ഫ്ലൂട്ട് 4 തവണ വായിക്കും. 2 പ്രാവശ്യം ഗിറ്റാർ വായിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ വയലിൻ സരി സരി രിഗ രിഗ ഗമ ഗമ മപ മപ പദ പദ ധനി ധനി നി സനി രി സരി സരി രിഗ രിഗ ഗമ ഗമ മപ മപ പദ പദ ധനി ധനി നി സനി രി. അതിലൂടെ വെസ്റ്റേൺ വയലിൻ സരി സരി രിഗ രിഗ ഗമ ഗമ മപ മപ പദ പദ ധനി ധനി നി സനി രി. ദൈവതം ചെറുത്, ബാക്കിയെല്ലാം രാത്രിയുള്ള സംഭവം. ഇങ്ങനെ വയലിൻ, ഫ്ലൂട്ടും ഗിറ്റാറും 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ വയലിൻ ആഡ് ചെയ്യും. അവിടെ ഗിറ്റാർ തീരും, നിർത്തും. അപ്പോൾ ഇങ്ങനെ വയലിൻ. അതിൻ്റെ കൂടെ ചെല്ലോ സാരി ഗമ പദ നി രി വരും. സാരി ഗമ പദ നി രി, എല്ലാം ചെറിയതായി വേണ്ടത്. അങ്ങനെ വരും. ഇതെല്ലാം കൂടി ചേർന്നാണ് വരുന്നത്. അപ്പം ഞാൻ 2 പ്രാവശ്യം ഫ്ലൂട്ട്, ബാക്കി വയലിൻ്റെ പോർഷൻ മാത്രം ചേർന്ന് വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ട് ദിഗരി ദി ദിഗരി ദി ദിഗരി ദിഗരി ദി ദിഗരി ദി ദിഗരി. അതും ഫ്ലൂട്ട് 4 പ്രാവശ്യം വായിക്കും. ദിഗരി ദി ദിഗരി ദി ദിഗരി ദിഗരി ദി ദിഗരി ദി ദിഗരി, എല്ലാം അങ്ങനെ കുത്തി തന്നെ. അങ്ങനെ 4 തവണ വായിക്കും ഫ്ലൂട്ട്. അതിൻ്റെ കൂടെ ഗിറ്റാർ നീ സരി മാ പാനി, വലിയ നീ വരും. ഇത് ആക്സിഡൻ്റായിട്ട് നീ സരി മാ പാനി നീ സരി മാ പാനി, വലിയ നീ സ രി മാ പാനി, അവിടെ വലിയ നീ ഗിറ്റാറിൽ. ഗിറ്റാർ 2 പ്രാവശ്യം വായിക്കുള്ളൂ. ഫ്ലൂട്ട് 4 പ്രാവശ്യം പോകും. രണ്ട് നീയും വലുത്. ഫ്ലൂട്ട് 2 ഗിറ്റാർ 2 കഴിഞ്ഞിട്ട് നിസ നിസ സരി സരി രിഗ രിഗ ഗമ ഗമ മപ മപ പദ പദ നി ധനി നിസ നി, വലിയ നീയാണ് എന്നോട് വയലിൻസ്. നിസ നിസ സരി സരി രിഗ രിഗ ഗമ ഗമ മപ മപ പദ പദ ധനി ധനി ധനി, വലിയ ദ വലിയ നീ ധനി ധനി. അങ്ങനെ വരും.
അതിൻ്റെ മുകളിൽ ചെല്ലോ ബേസിൽ നീ സാരി ഗ മ പ ദ നീ നീ വലിയ നീ സാരി ഗ മ പ ദ വലിയ ദ നീ ചെല്ലോ അപ്പൊ ഇതൊന്ന് വായിച്ചു വെക്കാം. ഇത് വായിക്കാം. അതിൻ്റെ മുകളിൽ ചെല്ലോയും വരും. പിന്നെ ട്വൽസിങ് ഗിറ്റാർ പാസരി ഗരി സാഗരി പാദമ പാസരി ഗരി സാഗരി പാദമ എന്ന് വരും. അതിന്റെ എൻഡിൽ പാദ 1 2 3 മസദ മദ മസ മദമ 1 2 3 1 2 3 അത് ഫ്ലൂട്ടിന്റെ ടോൺ ഇട്ടിട്ട് കീബോർഡിൽ വായിച്ചിരിക്കുക സിന്തസൈസറിൽ. വീണ്ടും ഒന്നുകൂടി ഗിറ്റാർ വായിക്കും. പാസരി ഗരി സാഗരി പാദമ. അപ്പൊ ഗിറ്റാറ് പാദമില്ല, പാദ എന്നുള്ളൂ. പാസരി ഗരി സാഗരി പാദ 1 2 3 മസദ മദ മസ മദമ 1 2 3 1 2 3. അത് കീബോർഡിൽ വച്ചിരിക്കുന്ന ഫ്ലൂട്ടിന് ടോണിട്ടുണ്ട്. പിന്നെ പാസരി ഗരി സാഗരി പാമ സെക്കൻഡ് ടൈം പാസരി ഗരി സാഗരി പാമ. ആദ്യം പാദ എന്ന് വായിക്കും, പാദ പിന്നെ പാമ. മരിത മദ മനി മദമ മരിത മദ മനി മദമ. ഫ്ലൂട്ടിനെ ടോണിട്ട് 1 2 3 1 2 3. ഫ്ലൂട്ടിൽ അങ്ങനെ വായിക്കും. പാദ എന്ന് വായിക്കുമ്പോൾ ആണ് മസദ മദ മസ മദമ പാമ എന്ന് വായിക്കുമ്പോൾ 1 2 3 മരിത മദ മനി മദമ അത് വരും. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. One, two, three. 1 2 3. അതുകൊണ്ട് അവിടെ വയലിൻ വെസ്റ്റേൺ വയലിൻ 2 പാർട്ടായിട്ടാണ് പോണത്. ഹാർമണി ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നീ ഗരി സ നി പ മ നി ദ പ മ ഗ നീ ഗരി സ നി പ മ നി ദ പ മ ഗ. അതിൻ്റെ കൂടെ പാനി പമഗനി രി മഗരി സദാ. അതിൻ്റെ കൂടെ വയലിൻ തന്നെ സെക്കൻഡ് പാർട്ട് പാനി പമഗനി രി മഗരി സദാ. അത് കഴിഞ്ഞിട്ട് ഗമപ സഗമാനി സനി സനി സഗമപ ഗമപ 1 സഗമ 1 സനി സനി സഗമപ. സനി സനി സരി സനി സരി സനി സഗമപ. അത് പ്ലെയിൻ. അവിടെ
ചെല്ലോ സാനി സനി സനി സഗമപ്പ, അത് ബേസിൽ ഡ്രം വായിക്കും. ചെല്ലോ മാത്രം. അത് വയലിൻ്റെ കൂടെ ബേസിലോട്ട് ചേർന്ന് വയ്ക്കും. അപ്പോൾ വയലിനും ഇത് കൂടെ ഫിനിഷിങ്ങും നോക്കാം. നീ ഗാരി സനി പമാരി ദപമഗമപ സഗമ നി സനി സനി സഗമപ. ഇത്രയും കാര്യങ്ങൾ വരും. അപ്പം ഇതൊന്ന് മുഴുവൻ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. 1 2 3 4. അതിൻ്റെ മുകളിൽ ചെല്ലുണ്ട്. സാരിഗമപദനിരി. അത് കണ്ട് അപ്പോൾ അവിടെ ചെല്ലോ നീ സാരിഗമപദനി എന്ന് വരും. നീ സാരിഗമപദനി. വയലിൻസ് വലിയ നീയാണ്. 3 4. ചെല്ലോ രീ സാരിഗമപദനി എന്ന് വരും. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് 1 2 3. അതിൻ്റെ പാട്ട് അവസാനത്തെ സഗമപ എന്ന ബേസിലോട്ട് ചേർന്ന്. ഇതാണ് സെക്കൻഡ് ബിജി. ഇത് ഒറ്റയ്ക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തും പാട്ടുകളെല്ലാം വരുന്നുണ്ട്. എല്ലാം വായിക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഓരോ പോർഷനായിട്ട് പറഞ്ഞത് കേട്ട് എഴുതിയെടുത്ത് പഠിക്കുക. പാട്ട് കഴിഞ്ഞിട്ടുള്ളൊരു മ്യൂസിക് ഉണ്ട്, കോഡ മ്യൂസിക് എന്ന് പറയും. പാട്ട് കഴിഞ്ഞുള്ള മ്യൂസിക്കിന് കോഡ എന്നാ പറയുക. അത് 12 സ്ട്രിംഗ് ഗിറ്റാറും സന്തുലിച്ച് ചേർന്ന് സാ പ ആ മ പ മ ഗ ആ 1 2 ഗ മ പ ആ രി നീ പ ആ രി നീ രി സാ. 2 പ്രാവശ്യം വയ്ക്കും. സാ പ ആ മ പ മ ഗ ആ 1 2 ഗ മ പ ആ രി 1 നീ രി സാ ആ. ഇതില് സാ പ മ പ മ ഗ
ഗമപാരി എന്ന് പറയുമ്പോൾ വയലിൻ കോഡ്സ് അവിടെ ഹയർ റേഞ്ചിൽ എ മൈനറിൽ കോഡ്സ് വായിക്കും. പാരി നേരി സാ എന്ന് വായിക്കുമ്പോൾ ഡി മൈനറിൻ്റെ കോഡ് വായിക്കും. കോഡ്സ് ഇങ്ങനെ എ മൈനർ ആകുമ്പോൾ പനിരി എന്നുള്ള പനിരി എന്ന് ഒരുമിച്ച് പല സ്ട്രിങ്ങിലും പാടി. ഡി മൈനർ ആകുമ്പോൾ സഗപ സഗപ അതും ചേർന്ന് സാ പ മ പ മ ഗ 1 2 ഗ മ പനിരി സഗപ അങ്ങനെ ചേർന്ന് വായിക്കും. അപ്പോൾ ആദ്യം വായിക്കുമ്പോൾ ഗമ പ രേ നേ രി വൺ സ ഗമ പ മ ഗമ പ. ആ ഫ്ലൂട്ടിൽ വൺ സ ഗമ പ മ ഗമ പ വൺ സ ഗമ പ മ ഗമ പ ബേസ് ഫ്ലൂട്ട്. ഇതേ 5ൻ്റെ 2 പേരിൽ 5ൻ്റെ ബേസ് ഫ്ലൂട്ട് 1 2 1 1 വൺ സ ഗമ പ മ ഗമ പ വൺ സ ഗമ പ മ ഗമ പ. അപ്പോൾ ചേർന്ന് വായിക്കാൻ നോക്കാം. അവിടെ വൻസാഗമപ്പ മഗമപ്പ എന്നുള്ളതില്ല, ഒരു തവണ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പാട്ട് തീരുന്നത്. അത് കുറച്ച് ഹെവി മ്യൂസിക്കുള്ള ഗാനമാണ്. ശ്യാം സാറിൻ്റെ പാട്ടുകളെല്ലാം അങ്ങനെ തന്നെ. മ്യൂസിക് ഓർക്കസ്ട്ര ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്, നിറഞ്ഞു നിൽക്കുന്ന മ്യൂസിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇതിഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കണം, ബെല്ലൈക്കണും അടിക്കണം. അപ്പോൾ ഓരോ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടും. അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 97ാമത്തെ ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.